അപ്പം നമ്മുടെ ചീര കുഞ്ഞുങ്ങൾ നണ്ട് ഇത്രയെങ്കിലും ആകുമ്പം മാത്രമേ നമ്മൾ പറിച്ച് മാറ്റി നടാവും. അപ്പം നണ്ട് ഒരു 5-6 ഇല പരുവമായിട്ടുണ്ട്. അപ്പം നമുക്കിതിനെ നമുക്ക് നട്ട് നോക്കാം. ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ചെയ്ത് കൊടുക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ ചീര ആരോഗ്യത്തോടുകൂടി വളരും. ഇത് നമ്മുടെ പാൽച്ചീര കുഞ്ഞുങ്ങളാണ്. പാൽച്ചീര കുഞ്ഞുങ്ങളുടെ തണ്ട് ഇങ്ങനെ തണ്ട് നല്ല പാല് പോലെയും ഇല നല്ല ഗ്രീൻ കളറും ആയിരിക്കും. കണ്ടോ? ഹലോ, നമസ്കാരം. ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ചീരയെക്കുറിച്ചുള്ളതായൊരു വീഡിയോ ആണ്. അപ്പം ചീരയൊക്കെ നമ്മൾ പാകി വെച്ചിട്ട് അത് പിന്നെ ഏത് സമയത്താണ് നമ്മൾ പറിച്ചു നടേണ്ടത്, എത്ര ഇല പരുവാകുമ്പോഴാണ് പറിച്ചു നടേണ്ടത് എന്നൊക്കെ ഇതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അതെ, ചീരയുടെ വിത്ത് എന്ന് വെച്ചാൽ കുനുകുനായി ഇരിക്കുകയാണ്. നമ്മൾ നടുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് കയറി വരും. അപ്പോൾ അതങ്ങനെയാണോ നടേണ്ടത്, അല്ല മാറ്റി നടുമ്പോൾ ചെയ്യേണ്ട രീതികൾ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ ഒരു കാര്യം, നിങ്ങൾക്ക് നല്ല ഇനം വെറൈറ്റി ചീരകളും അതുപോലെ തന്നെ വെറൈറ്റി സീഡ്സും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് minisLifestyle.com വന്നു കഴിഞ്ഞാൽ വിവിധ തരം വെറൈറ്റി സീഡ്സ് അത് സീസൺ അനുസരിച്ച് നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ കയറി വാങ്ങിക്കാവുന്നതാണ്. ഈ ചീര തന്നെ പല വെറൈറ്റികളുണ്ട് അല്ലേ? അതെ, ഏതൊക്കെയാണ് വെറൈറ്റീസ് ഉള്ളത്? റെഡ് ചീര, ഗ്രീൻ ചീര, വ്ളാത്താങ്കര ചീര, പാലക് ചീര, പാൽ ചീര, മയിൽപ്പീൽ ചീര, ചീര, അങ്ങനെ കുറെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലോട്ട് കിടക്കാം. നമ്മുടെ കൃഷിയിലോട്ട് കടന്നിട്ട് നിങ്ങൾ പറഞ്ഞ കുറെ വെറൈറ്റി ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചും തരാം. അപ്പം നമുക്ക് 2 രീതിയിൽ നമുക്ക് ചീരകൃഷി ചെയ്യാം. ഒന്നെന്ന് വെച്ചാൽ നമ്മൾ പാകിയിട്ട് എന്ന് വെച്ചാൽ നമുക്ക് പറിച്ച് മാറ്റി നടുന്ന രീതിയും, ഒന്ന് വിതറി കൊടുത്തിട്ട് അവിടെ തന്നെ നിന്ന് കളിക്കുന്ന രീതിയാണ് 2 രീതി എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് വെച്ചാൽ പാകി വെച്ചിട്ട് ഒരു 4, 5, 6 ഇലയൊക്കെ പരുവാകുമ്പോഴത്തേക്ക് നമ്മൾ മാറ്റി നടുന്ന രീതി. ആ മാറ്റി നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പം നമുക്ക് ഈ പാകി വെച്ചിരിക്കുന്നതായ ചീരയെ നമുക്കൊന്ന് കാണാം. അപ്പം അതിനകത്ത് നിന്ന് നമുക്കൊരു 5, 6 ഇല പരുവമായതിനാണ് നമ്മൾ മാറ്റി നടുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ പറിച്ച് മാറ്റി നടുമ്പോൾ 5, 6 ഇല പരുവമായ ചെടിയെ നമ്മൾ മാറ്റി നടാനായിട്ട് ശ്രമിക്കുക. പിന്നെ അടുത്തെന്ന് വെച്ചാൽ വലുത് മാറ്റി നടാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിൽ നിൽക്കുന്ന വലുത് മാറ്റി നടുമ്പോൾ ചെറുത് എന്ത് ചെയ്യും, പിന്നെ അങ്ങോട്ട് വളർന്നു വന്നോളൂ. അപ്പോൾ ഈ വലുത് നമ്മൾ മാറ്റി നടുമ്പോഴത്തേക്കും അത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്യാനായിട്ടുള്ള പരുവാകും. അപ്പോഴത്തേക്ക് ഈ ചെറുത് വളർന്നു വരും. അപ്പോൾ നമുക്ക് ഈ ചീര കഴിച്ച് നമുക്കൊരു മടുപ്പുണ്ടാകത്തില്ല. അപ്പോൾ അല്ലെങ്കിൽ നമ്മളെല്ലാം കൂടെ പാകിയിട്ട് ഒരുമിച്ച് ഇങ്ങനെ കളിച്ച് വരുമ്പോൾ നമുക്കെല്ലാം കൂടെ ഒരുമിച്ച് കഴിച്ച് തീർക്കാനും അതേപോലെ തന്നെ നമുക്ക് വിറ്റഴിക്കാനും ഒക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ കാണുമായിരിക്കുമല്ലോ. എല്ലാവർക്കും ഇപ്പം വിറ്റഴിക്കാനൊന്നും പറ്റിയെന്ന് വരത്തില്ല. അപ്പം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതിനെക്കുറിച്ച് മാത്രമാണ് ഞാനീ പറയുന്നത്. ഇപ്പം വലുതിനെ നമ്മൾ പറിച്ച് മാറ്റി നടുമ്പോൾ ചെറിയ തൈകൾ പിന്നെ അത് വളർന്നു വരും. പിന്നെ നമുക്കതിനെ മാറ്റി നടാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മുടെ ചീര കുഞ്ഞുങ്ങൾ നണ്ട് ഇത്രയെങ്കിലും ആകുമ്പം മാത്രമേ നമ്മൾ പറിച്ച് മാറ്റി നടാവും. ഇപ്പം നണ്ട് ഒരു 5-6 ഇല പരുവമായിട്ടുണ്ട്. അപ്പം നമുക്കിതിനെ നമുക്ക് നട്ട് നോക്കാം. ഞാൻ ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത്. അപ്പോൾ പണ കോരി വെച്ചിരിക്കുന്നതിനകത്ത് ഇങ്ങനെ ഓരോ ചാലുണ്ടാക്കിയിട്ട് ആ ചാലിനകത്തോട്ടാണ് ഞാനങ്ങ് നട്ടു കൊടുക്കുന്നത്. അപ്പം ഞാനും പപ്പയും കൂടെ ഇവിടെ ഇങ്ങനെ വാരമൊക്കെ കോരി വെച്ചിരുന്നത്. കുറച്ച് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഇത് നടുന്നത് പോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ നടണം. അപ്പോൾ ഈ ചാലിനകത്തോട്ട് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. കണ്ടോ? ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നെ അറിഞ്ഞൂടാത്ത കുറച്ച് പേരെങ്കിലുമൊക്കെ കാണുമല്ലോ നമ്മുടെ കൂട്ടത്തിൽ. ഇങ്ങനെ അങ്ങോട്ട് കുറച്ച് സ്ഥലം അങ്ങോട്ട് ഇങ്ങനെ വിട്ട് നട്ടു കൊടുക്കുക. പിന്നെ നമുക്ക് രണ്ടാമത്തെ ലൈനിനകത്തോട്ട് നട്ടു കൊടുക്കാം. ഒരറ്റത്തുനിന്നേ നടുക. അപ്പോൾ അതിൻ്റെ വാക്കനുസരിച്ചാണ് ചെയ്യുന്നത്. നടുക്കുന്ന അങ്ങോട്ട് തുടങ്ങിയിരിക്കുകയാണ്. എന്നിട്ടങ്ങ് മണ്ണങ്ങ് നിരത്തി അങ്ങ് പോയിരുന്നത്. ചാലുമാതിരി കാണിക്കുകയൊന്നും വേണ്ട. ഇങ്ങനെ അങ്ങ് പോവുക. വെള്ളം വന്നിട്ട് ചെതറിച്ചങ്ങ് കൊടുത്തിരുന്നാൽ മതി. കുത്തനെ കൊണ്ടൊന്നും യാതൊരു കാരണവശാലും ഒഴിക്കരുത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് നട്ടേക്കുന്നതാണ് ഞാൻ മറ്റേ പണയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊക്കെ ഇനി നമുക്ക് ചാണകം കലക്കി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അടുത്തെന്ന് വെച്ചാൽ നമ്മൾ യാതൊരു കാരണവശാലും നമ്മൾ ഈ പറിച്ച് നടുന്നത് രാവിലത്തെ സമയം ആയിരിക്കരുത്. ഒരു വൈകുന്നേരത്തെ സമയം മാത്രമേ നമ്മൾ ഈ ചീരയൊക്കെ പറിച്ച്, ഏത് തൈ അന്നുണ്ടെങ്കിലും നമ്മൾ വൈകുന്നേരത്തെ മാത്രമേ പറിച്ച് നടാവൂ. കാരണം രാവിലെ നമ്മൾ പറിച്ച് നട്ടാൽ വൈകിട്ട് വരെയുള്ളതായ വെയിലിൻ്റെ ചൂട് കൊണ്ട് അവർ വാടി തളർന്നു പോകും. അതുകൊണ്ട് നമ്മൾ വൈകുന്നേരം വേണം ഇത് പറിച്ച് നടാനായിട്ട്.
പറിച്ച് നടുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ മണ്ണൊരുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പം മണ്ണൊരുക്കുമ്പോൾ നല്ല വേരോട്ടം നല്ലതുപോലെ വേരോടുന്ന മണ്ണിൽ വേണം നമ്മൾ ഈ ചീര കൃഷിയൊക്കെ നടാനായിട്ട്. അപ്പം നമ്മൾ ഈ വയലിൻ്റെ കരയിലൂടെയൊക്കെ പോകുമ്പോൾ ഈ വയലിലൊക്കെ നല്ലതുപോലെ ചീര വളർന്ന് നിൽക്കുന്നുണ്ട്. നല്ല ചുമന്ന കളർ നല്ല പച്ച കളർ ചീരയൊക്കെ നിൽക്കുന്നുണ്ട് അല്ലേ. അപ്പം എന്ന് വെച്ചാൽ അവിടുത്തെ മണ്ണെന്ന് വെച്ചാൽ നല്ല പൂഴി മണ്ണാണ്. അതിനകത്തൂടെ പെട്ടെന്ന് വേരോട്ടം ഉണ്ടാവുകയും നല്ല രീതിയിൽ ചീര കൃഷി പെട്ടെന്നാവുകയും ചെയ്യും. ഇത് നമ്മുടെ പാൽച്ചീര കുഞ്ഞുങ്ങളാണ്. പാൽച്ചീര കുഞ്ഞുങ്ങളുടെ തണ്ട് ഇങ്ങനെ തണ്ട് നല്ല പാല് പോലെയും ഇല നല്ല ഗ്രീൻ കളറും ആയിരിക്കും. കണ്ടോ, ഇതെല്ലാം ഞാൻ കുറേശ്ശെ നട്ടിട്ടുണ്ട്. അതുകൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിപ്പോൾ ഞാൻ പണകോരി നട്ടിരിക്കുന്നതായ ചീര കുഞ്ഞുങ്ങളെയാണ്. കണ്ടോ, അപ്പോൾ അതെല്ലാം 2 ദിവസം ആയതേ ഉള്ളൂ പറിച്ചു മാറ്റി നട്ടിട്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും വെയിലുള്ള സമയത്ത് ഇത് പറിച്ചു മാറ്റി നടരുത്. വൈകുന്നേരത്തെ സമയം വേണം ഇത് നടാനായിട്ട്. അപ്പോൾ നല്ലതുപോലെ ഉഷാറായിട്ട് നിന്നോളും. ഒന്ന് വെള്ളമൊക്കെ നമ്മൾ നട്ടിട്ട് ഒന്ന് വെള്ളമൊക്കെ തളിച്ച് പോകുന്നുണ്ടെങ്കിൽ രാവിലെ വരുമ്പോഴും നല്ല ഉഷാറായിട്ട് നിൽക്കും. എന്നിട്ട് രാവിലെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം, വൈകുന്നേരവും വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. യാതൊരു കാരണവശാലും വെയിലുള്ള സമയത്ത് നമ്മൾ നടാനായിട്ട് ശ്രമിക്കരുത്. ഇവിടെ ഞാൻ കുറച്ച് പാൽച്ചീര നട്ടിട്ടുണ്ട് ഒരു പകുതി ഭാഗത്ത്. അത് കഴിഞ്ഞിട്ട് സിന്ദൂരച്ചീര നട്ടിട്ടുണ്ട്. അതിനപ്പുറത്തോട്ട് സുന്ദരിച്ചീര നട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു പണയിൽ 3 ടൈപ്പ് ചീരയാണ് നട്ടിരിക്കുന്നത്. അപ്പം വളർന്നു വരുമ്പോൾ ഒക്കെ ഒരു രസമായിരിക്കും കാണാനായിട്ട്. പിന്നെ നമ്മൾ വിത്ത് അല്ലാതെ നമ്മൾ ഡയറക്റ്റ് പാകി കിളിപ്പിക്കുക എന്നുണ്ടെങ്കിൽ നമ്മളെ മണലിനകത്ത് നമുക്ക് കിട്ടിയിരിക്കുന്നതായ വിത്തുകൾ എന്താ വേണം, ഒന്നിട്ട് ഇളക്കിയിട്ട് ഒന്ന് വിരവിയിട്ട് നമ്മൾ ഈ പണയിലങ്ങ് വാരി വിതറി കൊടുത്തിരുന്നാൽ മതി. എന്നിട്ട് അത്യാവശ്യം വെള്ളവും നനച്ചു കൊടുത്താൽ അത് അവിടെ കിടന്ന് 3-ൻ്റെ അന്നാകുമ്പോഴത്തേക്ക് നല്ലതുപോലെ കിളിർത്ത് വന്നോളും. അപ്പം നമ്മൾ മണ്ണൊരുക്കുന്ന രീതിയാണ് ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പം മണ്ണൊരുക്കുമ്പോൾ നല്ലതുപോലെ വാരം കോരി നടുകയെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതുപോലെ വിളവെടുക്കാനായിട്ടൊക്കെ സാധിക്കും. എന്ന് വെച്ചാൽ വാരം കോരി നടുമ്പോഴത്തേക്ക് മണ്ണ് നല്ലതുപോലെ ഇളകിയായിരിക്കും കിടക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ സ്വല്പം ചാണകപ്പൊടിയൊക്കെ ഇട്ട് വിരവി ഇങ്ങനെ ഇട്ടേക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചീര നട്ടേക്കുന്നത് ഒരു 6 പരുവമൊക്കെ ആകുമ്പോഴത്തേക്ക് ഒന്ന് വെള്ളമൊക്കെ നനച്ചിട്ട് കൊടുക്കാമെങ്കിൽ പണയൊക്കെ നല്ല സെറ്റായി കിടന്നോളും. പിന്നെ നമുക്ക് അങ്ങോട്ട് നമ്മുടെ ചീര തൈകളെ അങ്ങോട്ട് പറിച്ച് നട്ടു കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് വേണ്ടുന്ന ഒരു കാര്യമാണ് മെയിനായിട്ട് നമ്മുടെ ചീര വളർന്നു വരാനായിട്ട് ഈ ഒരു സാധനം നിങ്ങൾ ഉപയോഗിച്ച് കൊടുക്കാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ചീരയുടെ വളർച്ചയായിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ ചാണകം കലക്കി വെച്ചേക്കണം. ചാണകം ഇപ്പം ഉണക്ക ചാണകം ആയാലും മതി, പച്ചച്ചാണകം എന്ന് വെച്ചാൽ ഒന്ന് വാടിക്കിടക്കുന്നതായ ചാണകം നമ്മൾ ഒരു തൂമ്പായിക്കകത്ത് കോരുന്ന അല്ലെങ്കിൽ 2 തൂമ്പായി കോരുന്നത് എടുത്തിട്ട് ഒരു ബക്കറ്റിനകത്തിട്ട് വെള്ളം ഒഴിച്ച് വെച്ചേക്കുക. എന്നിട്ട് അന്ന് തന്നെ നമുക്ക് ഉപയോഗിക്കാം. വൈകുന്നേരമൊക്കെ കൊണ്ടുവന്ന് നമ്മൾ ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും ഒഴിച്ചു കൊടുക്കാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചീര ടപ്പേന്ന് വളർന്നു വരും. നമുക്ക് പെട്ടെന്ന് തന്നെ വിളവെടുക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ വേറെ ഒരു വളവും ഇതിനകത്ത് ചേർക്കേണ്ട കാര്യമില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചീര വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ വാങ്ങിച്ചിട്ടിരിക്കുന്ന ചാണകമാണിത്. അപ്പം കുറച്ച് ദിവസങ്ങളായി ഇത് വാങ്ങിച്ചിട്ടിട്ട് അപ്പോൾ ഒന്ന് വാടിയൊക്കെ കിടക്കുകയാണ്. അപ്പം ഇപ്പോഴും നമുക്ക് പച്ച ചാണകം കിട്ടണമെന്നില്ലല്ലോ. അപ്പം ഉണങ്ങിയതായാലും കുഴപ്പമൊന്നുമില്ല. ചാണകപ്പൊടിയാണെന്നുണ്ടെങ്കിലും നമ്മൾ വെള്ളത്തിൽ കലക്കിയിട്ട് ചീരയ്ക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു തൂമ്പ പോരാ. നമുക്ക് ചീര എത്രയും ഉണ്ട്, ചീര തോട്ടത്തിനനുസരിച്ച് വേണം നമ്മൾ ഇതിൻ്റെയൊക്കെ അളവ് കൂട്ടാൻ. പിന്നെ ചാണകം ആയതുകൊണ്ട് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരുപാട് നമ്മൾ കട്ടിക്ക് കൊണ്ടൊന്ന് ഒഴിക്കാതിരുന്നാൽ മതി. ചീരയുടെ വലുപ്പത്തിനനുസരിച്ച് ഡൈല്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക, അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ 2 തൂമ്പ ചാണകം നമ്മൾ ഈ ബക്കറ്റിനകത്ത് ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ നമ്മളൊന്ന് കലക്കിയിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം കണ്ടോ, അപ്പോൾ ചാണകം അത്യാവശ്യം ഒന്ന് കലങ്ങുകയും ചെയ്യും. കട്ടയൊക്കെ ഉള്ളത് കുതിർന്നിട്ട് അങ്ങ് നല്ല ഒരു സ്ലറിയായിട്ട് അങ്ങ് മാറും. അപ്പോൾ അതിനകത്ത് വേറെ ഒന്നും ഇടേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. വേപ്പൻ പിണ്ണാക്കോ കടലപ്പിണ്ണാക്കോ ഒന്നും ഇടേണ്ട കാര്യമില്ല. ഈ ചാണകം മാത്രം മതി നമ്മുടെ ചീരയ്ക്ക്. നമുക്കിത് കൊണ്ടൊന്ന് നമ്മുടെ ചീരയ്ക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഒന്ന് കലക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ തെളി ഇങ്ങനെ മേളി വരും. അത് നമുക്ക് ചീരയുടെ ചോട്ടിൽ കൊണ്ടൊന്ന് ഒഴിക്കാം. പിന്നെ അതിപ്പം ഡൈല്യൂട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഒരു ബക്കറ്റ് വെള്ളത്തിൽ ഇങ്ങനെ ആക്കി അങ്ങ് വെച്ചിരുന്നാൽ മാത്രം മതി. ഇതുകൊണ്ട് ഇനി നമുക്ക് നമ്മുടെ ചീരയ്ക്കൊക്കെ നല്ല ദൂരം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് വീണ്ടും അതിനകത്ത് വെള്ളം അങ്ങ് നിറച്ച് വെച്ചിരുന്നാൽ മതി, പിന്നെ അടുത്ത പ്രാവശ്യം ഒഴിക്കാനായിട്ട്. അപ്പോൾ നമ്മളിത് നട്ടിട്ട് 2 ദിവസമായ ചീരയാണ്. അപ്പോൾ നട്ടതിൻ്റെ അന്ന് നമ്മൾ ചാണകവെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. ഒരു 2 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ വേരൊക്കെ ഒന്ന് പിടിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ചാണകവെള്ളം ചെറുതായിട്ട് നൈസായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വന്നിട്ട് നമ്മുടെ കൈക്കുന്താലി വെച്ചിട്ടുണ്ടല്ലോ, നമ്മൾ ചെറുതായിട്ട് നമ്മളിപ്പം മണ്ണിളക്കി കൈക്കുന്താലി വെച്ചിട്ടൊന്ന് മണ്ണൊക്കെ ഇളക്കി കൊടുക്കാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ചീര അങ്ങ് തഴച്ചങ്ങ് വളരും. നമ്മൾ ഈ മണ്ണ് ഉറയ്ക്കുന്നതിനനുസരിച്ച് നമ്മുടെ ചെടികളുടെ ചുവടൊക്കെ മണ്ണടിപ്പിച്ച് കൊടുക്കാന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്നായിരിക്കും അവരുടെ വളർച്ചയെന്ന് പറയുന്നത്. ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ചെയ്തു കൊടുക്കാന്നുണ്ടെങ്കിൽ
നമ്മുടെ ചീര നല്ല ആരോഗ്യത്തോടുകൂടി വളർന്നു വരും. അപ്പം നമുക്ക് കണ്ട ഇതേപോലെ നമ്മുടെ 2 പണയിൽ ഇങ്ങനെ നട്ടിട്ടുണ്ട്. 2 പണയിലും നമുക്കിങ്ങനെ ചാണക വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 2 ദിവസം കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇതിൻ്റെ മണ്ണൊക്കെ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് അടുപ്പിച്ച് കൊടുക്കാം. ഒന്ന് കൊത്തി കൊത്തി ഒന്ന് പോയാൽ മതി, പെട്ടെന്ന് അവരിഞ്ഞ് വളർന്നു വരും കേട്ടോ. നമ്മൾ ദേഹത്ത് എണ്ണയൊക്കെ തേക്കില്ലേ, അതുപോലൊക്കെ തന്നെയാണ് നമ്മുടെ ഈ വിളകളുടെയൊക്കെ ഓരോ പച്ചക്കറി ഇടയ്ക്കും വന്ന് നമ്മളിങ്ങനെ മസാജൊക്കെ ചെയ്ത് കൊടുക്കാമെങ്കിൽ അവർ പെട്ടെന്ന് വളരും. നമ്മൾ ചാണകവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിറ്റേ ദിവസം രാവിലെയോ വൈകുന്നേരമോ നമ്മൾ അതിൻ്റെ മണ്ണൊക്കെ നല്ലതുപോലെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. കണ്ടില്ലേ, നമ്മുടെ കൊച്ചു കൈക്കുന്താലി വെച്ചിട്ടുണ്ടല്ലോ, ഇങ്ങനെ ഒന്ന് മണ്ണ് ഇളക്കി കൊടുക്കാമെങ്കിൽ അത് പെട്ടെന്ന് നല്ല തഴപ്പോടുകൂടി വളർന്നു വരും. അപ്പം നമ്മൾ പാകി വെച്ചിരിക്കുന്നതിൽ വലുതായി വരുന്ന തൈകളെയാണ് ഈ പറിച്ച് മാറ്റി വെച്ചിരിക്കുന്നത്. ഇപ്പം പല ഗ്രോ ബാഗിനകത്ത് ഇങ്ങനെ പല കളർ ചീരകളാണ് വെച്ചിരിക്കുന്നത്. എല്ലാം നല്ല ആരോഗ്യത്തോടെ വരുന്നുണ്ട്. ഇതിനകത്തെല്ലാം ഞാൻ ആ ചാണകം കലക്കിയതൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഒരു 5-6 ദിവസം ആയതേ ഉള്ളൊക്കെ ഇത് പറിച്ച് മാറ്റി നട്ടിട്ട് കേട്ടോ. അപ്പം തന്നെ നല്ല തഴപ്പോടുകൂടി വളർന്നു വരുന്നുണ്ട്. ഇവിടെ മയിൽപ്പീല ചീര നട്ടിട്ടുണ്ട്, അതേപോലെ തന്നെ ഗ്രീൻ ചീര, റെഡ് ചീര, സുന്ദരി ചീരയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കുറേ എല്ലാ ചീരയും നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഓരോ ഗ്രോ ബാഗ് തീർന്നു വരികയാണ്. ഇതൊക്കെ സുന്ദരി ചീര നട്ടിരുന്നതായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ കട്ട് ചെയ്തു. ഇതൊക്കെ ഇനി മാറ്റിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ നടാം. അതല്ലാന്നുണ്ടെങ്കിൽ പുതിയ കൊമ്പുകൾ വരുന്ന നമ്മൾ വെയിറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. പുതിയ തൈകൾ നിൽപ്പണമെന്നുണ്ടെങ്കിൽ നമുക്കതൊക്കെ പറിച്ച് മാറ്റി നടാം. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഈ ചീരകളൊക്കെ നട്ടുപിടിപ്പിക്കാന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ചീരകളൊക്കെ ഇങ്ങനെ നട്ടുപിടിപ്പിക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിൽ നമുക്കിങ്ങനെ ഇലവർഗ്ഗങ്ങളൊക്കെ ഉൾപ്പെടുത്താം. നല്ല എന്താണ് വൈറ്റമിൻസൊക്കെ ഉള്ള സംഭവങ്ങൾ, നല്ല വൈറ്റമിൻസൊക്കെ ഉള്ള സംഭവങ്ങളാണ് ഈ ഇലവർഗ്ഗങ്ങളെന്ന് പറയുന്നത്. പിന്നെ നിനക്ക് ഇഷ്ടമല്ലേ ഇലയൊക്കെ, ചീരയൊക്കെ? നമ്മൾ ഇഷ്ടമെന്ന് പറഞ്ഞ പ്രശ്നം എന്ന് വെച്ചാൽ പിന്നെ 3 നേരം തന്നെ ആക്കി 3 നേരം ഇല്ല, ബ്രേക്ക്ഫാസ്റ്റിന് എന്തായാലും തരുന്നില്ല, അല്ലേ സൂപ്പാക്കി തരണം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചീര കൃഷി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ ഇതേപോലെയൊക്കെ ഒന്ന് ചീരയുടെ ഈ ടിപ്സുകളെല്ലാം വെച്ചിട്ടൊന്ന് പരീക്ഷണം നടത്തി നോക്കുക. നിങ്ങൾക്ക് 10-15 ദിവസത്തിനുള്ളിൽ നന്നായിട്ട് ചീരയുടെ വിളവൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇതെല്ലാം ചെയ്തു നോക്കുക, ജസ്റ്റ് വീഡിയോ കണ്ടു പോവാതെ. ഇപ്പം നിങ്ങൾ ചീരയുടെ വിത്ത് വാങ്ങിക്കുകയാണെങ്കിൽ കുറേ വിത്തുകൾ കിട്ടും. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് പാകാതെ ചെറിയ സെറ്റായിട്ട് പാകിയിട്ട് ഒരു വട്ടം പാകി നോക്കുക. അപ്പോൾ ചിലപ്പോൾ ശരിയായെന്ന് വരത്തില്ല. അടുത്ത വർഷം പാകി നോക്കുക, ചിലപ്പോൾ വേറെ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടാവും. അങ്ങനെ 3-4 വട്ടം ചെയ്ത് പോയി. അങ്ങനെ ഉണ്ട് കേട്ടോ, ചീരയുടെ വിത്തിട്ടിട്ട് കിളിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ചിലപ്പോൾ അത് ഉറുമ്പ് കൊണ്ടുപോകുന്നതായിരിക്കാം, മണ്ണ് ട്രീറ്റ് ചെയ്യുന്നതിൻ്റെ കുഴപ്പമായിരിക്കാം, അങ്ങനെയൊക്കെ ഉണ്ടാവാം. ഓക്കെ, അല്ലാതെ കിളിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ചീരയൊക്കെ നല്ല അടിപൊളിയായിട്ട് നമ്മളെ 10 ചീരയും ഇവിടെ നമ്മള് പാകി കിളിപ്പിച്ച് അല്ലേ, എല്ലാം കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. സീഡ് കിട്ടിയില്ല എന്നുള്ള പരാതി ഇനി വേണ്ട, നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. miniswestyle.com പോയി കഴിഞ്ഞാൽ വിവിധ തരം വെറൈറ്റീസുള്ള ചീര ആയിക്കോട്ടെ, പയറായിക്കോട്ടെ, വെണ്ട ആയിക്കോട്ടെ, വഴുതന ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ സീസൺ അനുസരിച്ച് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ പോയി വാങ്ങിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ഇതുപോലെ നല്ല നല്ല കൃഷികൾ ചെയ്യുക ഞങ്ങളുടെ കൂടെ തന്നെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.